ഒരു പ്രകാശഗോപുരം മങ്ങി ഇരുണ്ട അനന്തതയുടെ ആഴങ്ങളിലേക്ക് മടങ്ങി, നിഴലുകളെ വരവേൽക്കാനായി മടങ്ങി. എന്നാൽ ആ പൂക്കളുടെ സുഗന്ധം പോലെ അവരേകിയ അറിവും അനുകമ്പയും ആ പുഞ്ചിരിയേക്കിയ പ്രചോദനവുമെല്ലാം മായാതെ മറക്കാതെ മനസ്സിലിരിക്കുന്നു. തിരുത്തിയും നന്മ പകർത്തിയും ശാസിച്ചും സ്നേഹിച്ചും ആശ്വാസകരങ്ങളായ അവരുടെ സ്നേഹത്തിന് വേദനയോടെ കണ്ണീർ പ്രണാമം. പ്രിയ സ്മില ടീച്ചർക്ക് ആദരാഞ്ജലികൾ. നിശബ്ദതയിലെ ചിന്തകളിൽ, മൗനത്തിൻ പ്രൗഢിയിൽ, വാത്സല്യ അധ്യാപനത്തിൽ, എഴുത്തിന്റെ ലോകത്തിൽ മുഴുകിയിരിക്കുന്ന ഞങ്ങളുടെ യൊക്കെ ഉറക്കമൊഴിച്ച രാവുകൾ, ചെറിയ ചെറിയ കുറിപ്പുകൾ, സമയക്കുറവ് കാരണം വളരെ കഷ്ടപ്പെട്ടു മനസ്സിലുള്ളത് കുറിച്ചു വെച്ച് കൂട്ടിയോജിപ്പിച്ച് വലിയ സമാഹാരമായി നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ച HMYHSSന്റെ സ്വന്തം എഴുത്തുകാരി യു ഖദീജ ടീച്ചർ. സ്കൂളിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഒട്ടും ഒഴിഞ്ഞുമാറാതെ സോഷ്യൽ ക്ലബിന് നിസ്വാർത്ഥമായ സേവനങ്ങളാണ് UK കാഴ്ചവെച്ചിരുന്നത്. ശാസ്ത്രമേള തുടങ്ങിയാൽ UKയുടെ മനസ്സിലും മേള തുടങ്ങും. പ്രൈസ് കിട്ടിയാലും ഇല്ലെങ്കിലും നിറഞ്ഞ മനസ്സോടെ പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു. നല്ല കടും വേനലിലും UK കൃത്രിമ മഴ പെയ്യിപ്പിച്ച് മേളയിൽ പ്രൈസ് സ്കൂളിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രയത്നത്തിന്റെ തുടർച്ചയെന്നോണമാണ് നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചത്. ഇത്തരം കാര്യങ്ങളിൽ റോൾ മോഡലായ യു ഖദീജ ടീച്ചർക്ക് HMYHSS സോഷ്യൽ സയൻസ് ക്ലബിന്റെ പ്രഥമ ഡോക്യുമെന്ററി സമർപ്പിക്കുന്നു. സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആശയങ്ങളും പ്രശ്നങ്ങളും പര്യവേഷണം ചെയ്യുവാനും അനുഭവിക്കാനും വേണ്ടി പാഠ്യേതര അവസരങ്ങൾ നൽകുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് സാമൂഹ്യശാസ്ത്രം ക്ലബ്ബ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വിമർശനാത്മക ചിന്ത, ടീം വർക്ക്, സഹാനുഭൂതി തുടങ്ങിയ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സാമൂഹിക ശാസ്ത്ര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ആശയങ്ങളും പ്രശ്നങ്ങളും പര്യവേക്ഷണം ചെയ്യാനും അനുഭവിക്കാനും പാഠ്യേതര അവസരങ്ങൾ നൽകുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് സോഷ്യൽ സയൻസ് ക്ലബ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ, സാമൂഹിക, സേവനാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി ഇത്തരം പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികളെ ക്ലബ് ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം, നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്കതിനെ കരുതി വെക്കാം ഒരു നല്ല നാളേക്കായി. നന്ദി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. സോറി, ഇന്നത് ആവർത്തിക്കില്ല.
എന്നും മിച്ചം വൈച്ചത്തിൻ തിളക്കം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. കോടതി സന്ദർശനം. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാവി രൂപപ്പെടുത്തുന്ന നാളത്തെ നീതിയുടെ തൂണുകളാണ് കുട്ടികൾ. അവകാശങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന നവസമൂഹത്തിൽ തൻ്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനും യുക്തിപൂർവം തീരുമാനങ്ങൾ എടുക്കാനും സജീവ പൗരന്മാരാകാനും നിയമത്തെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് അനിവാര്യമാണ്. ഇത്തരത്തിൽ ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കുവാനും നിയമബോധം കുട്ടികൾക്ക് പകർത്തിക്കൊടുക്കാനും വേണ്ടി സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ കീഴിൽ 30 കുട്ടികളെ മൽച്ചേരി കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ജില്ലാ ജഡ്ജിയുമായി സംവദിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഹ്സമറിയാൻ. HMIHS ഇലക്ഷൻ ചൂടിലേക്ക്. പ്രധാന വാർത്തകൾ. സ്കൂൾ ലീഡേഴ്സ് ഇലക്ഷൻ പ്രഖ്യാപിച്ച സോഷ്യൽ സയൻസ് ക്ലബ്. സ്കൂൾ ഇലക്ഷൻ പോളിംഗിലേക്ക് ഇനി 2 ദിവസം മാത്രം. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കുട്ടികൾ ആർജിക്കുന്നതിന് വേണ്ടിയുമാണ് സ്കൂൾ ലീഡേഴ്സ് ഇലക്ഷൻ നടത്തുന്നതെന്ന് സ്കൂൾ ഇലക്ഷൻ കമ്മീഷണർ അൻവർ ഷക്കീൽ സർ അറിയിച്ചു. പാർലമെന്ററി ഇലക്ഷന്റെ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്കൂൾ ലീഡേഴ്സ് ഇലക്ഷൻ നടത്തുന്നതെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. ഇലക്ഷൻ വിജ്ഞാപനം മുതൽ ഇലക്ഷൻ പ്രഖ്യാപനം വരെയുള്ള ഘട്ടങ്ങൾ കുട്ടികൾക്ക് പ്രായോഗികമായി തിരിച്ചറിയുന്ന തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോഡൽ ഓഫീസർ ജലീൽ സർ അറിയിച്ചു. ഹൈസ്കൂൾ UP വിഭാഗങ്ങളിൽ നിന്നായി 37 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. കൂടുതൽ ഇലക്ഷൻ പ്രചാരണങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ പ്രണവ്യ ലൈനിലുണ്ട്. മിസ് പ്രണവ്യ, HMIHS ഇലക്ഷൻ പോളിംഗ് ഈ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ വാർത്തകൾ എന്തെല്ലാമാണ്? HMIHS ഇപ്പോൾ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ബഹളമാണ്. പാർലമെന്ററി തെരഞ്ഞെടുപ്പിനെ വെല്ലുവിധത്തിലാണ് ഇത്തവണത്തെ ഇലക്ഷൻ പ്രക്രിയ. വിദ്യാർത്ഥികളുടെ സമ്മതിദാന അവകാശം കാണിക്കാനുള്ള സ്കൂൾ ഇലക്ഷൻ ജൂലൈ 9-ന്. ജനാധിപത്യത്തിന്റെ ബാലപാഠം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇത്തവണത്തെ സ്കൂൾ ഇലക്ഷൻ ലക്ഷ്യം വെക്കുന്നത്. പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഷക്കീൽ സർ അറിയിച്ചു. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് 7 പേരും ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് 5 പേരും സ്കൂൾ വിദ്യാലയ കൺവീനർ സ്ഥാനത്തേക്ക് 4 പേരും ഫൈനാൻസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 3 പേരും എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത്. നമുക്ക് അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. കൂടെ അവരുടെ പ്രചരണവും. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സ്കൂൾ ലീഡർ, ഫൈനാൻസ് സെക്രട്ടറി, ജനറൽ ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. സ്കൂൾ ലീഡർ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ പോലും ഡെമോക്രസിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളായി ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങൾ നടത്തുന്ന ഈ ഒരു ഇലക്ഷൻ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും ഗുണമേന്മക്കും കൂടെ തന്നെ സമൂഹത്തിന് വലിയൊരു മാതൃകയായിട്ട് ഇവരൊക്കെയും കൂടെ ആശംസിക്കുന്നു. ഇലക്ഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ പ്രചരണങ്ങളൊക്കെ എവിടെ വരെയായി? ക്ലാസ്സിലേക്ക് പോകാൻ നമുക്ക് തക്കതായ സമയം എഴുതി നമുക്ക് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച്
പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കണ്ടെല്ലാം വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? എന്താ പറയുക, ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെയും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയെ മത്സരിക്കാറ് ജയിക്കുന്നത്. പ്രതീക്ഷയുണ്ട്. എന്തായാലും വിജയം തോന്നി എന്തെങ്കിലും സ്വാഭാവികമാണ്. മഞ്ചേരി ഹിദായത്തുൽ മുസ്ലിമിൻ യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ജൂലൈ 9 സ്കൂൾ പാർലമെന്ററി തിരഞ്ഞെടുപ്പ് നടത്തി. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നുമായി 3166 വിദ്യാർത്ഥികളാണ് അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തിയത്. കൂടുതൽ പോളിംഗ് കാഴ്ചകളിലേക്ക് പോകാം. ഹൈസ്കൂൾ UP വിഭാഗങ്ങളിൽ നിന്ന് സ്കൂൾ ലീഡർ, ഫൈനാൻസ് സെക്രട്ടറി, ജനറൽ ക്യാപ്റ്റൻ, വിദ്യാരംഗ കൺവീനർ എന്നീ സ്ഥാനത്തേക്കായി 37 വിദ്യാർത്ഥികളാണ് സ്കൂൾ തിരഞ്ഞെടുപ്പ് മത്സരത്തിനായി ഉണ്ടായിരുന്നത്. ഇലക്ഷൻ പ്രഖ്യാപനം മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും അതിന്റെ സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കലുമടക്കം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ സോഷ്യൽ സയൻസ് ക്ലബ്ബാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. 9 ബൂത്തുകളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. കൃത്യം 11 മണിക്ക് പോളിംഗ് ആരംഭിച്ച് 1:20 വോട്ടിംഗ് നടപടികൾ അവസാനിച്ചു. 3000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ആവേശപൂർവ്വമാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. സ്കൂൾ പ്രധാന അധ്യാപകനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ അൻവർ ഷക്കീൽ സർ, സോഷ്യൽ സയൻസ് ക്ലബ് അധ്യാപകരായ ഖദീജ ടീച്ചർ, ജലീൽ സർ, മുനീർ സർ, ഹൈദ്രോ സർ, ഷിബു സർ, റൈഹാന ടീച്ചർ എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടെ കൗണ്ടിംഗ് നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് തബ്ഷിറയും, UP സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മുഹമ്മദ് ഇസ്മായിലും, ഫൈനാൻസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുഹമ്മദ് കാമിൽ, UP ഫൈനാൻസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻഫാഹ്, ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മുഹമ്മദ് അൻഫാസ്, UP ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അയാൻ മുഹമ്മദ്, വിദ്യാരംഗ കൺവീനർ സ്ഥാനത്തേക്ക് ഐഷ നഹ, UP വിദ്യാരംഗ കൺവീനർ സ്ഥാനത്തേക്ക് റിബിൻ മുഹമ്മദ് എന്നിവരെ വിജയികളായി പ്രഖ്യാപിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ജനസംഖ്യാ വർധനവിനെ യുവാക്കളിൽ നിക്ഷേപിക്കുകയും അഥവാ നല്ലൊരു ശുദ്ധീകരണ പദ്ധതികൾ യുവാക്കളിൽ നിക്ഷേപിക്കുകയും ആ യുവാക്കളിൽ നമുക്ക് നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യണം. യുവാക്കളിൽ സുസ്ഥിര വികസനം എന്ന ആശയം നിക്ഷേപിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധ്യമായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് നീക്കം ചെയ്യാനാവും.
ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം. കുട്ടികളിൽ ദേശീയ ബോധവും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അറിവുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന വൈവിധ്യത്തെക്കുറിച്ചും ദേശീയോദ്ഗ്രഥനത്തെക്കുറിച്ചും വലിയ ചിന്തകൾ പകർന്നു നൽകാൻ ക്വിസ് മത്സരം ഉപകരിച്ചു. ബാപ്പു, രാഷ്ട്രപിതാവ് തുടങ്ങിയ പേരുകൾ സുഭാഷ് ചന്ദ്രബോസിനെല്ലാം വിളിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരി എന്ന ജില്ലയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. തുടർന്ന് സംസ്കൃതം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ വളരെ ഉന്നത വിദ്യാഭ്യാസം ഒരിക്കൽ കൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനോട് പൊരുതി പോരാടിയ നിരവധി വീരന്മാരുടെ ത്യാഗമാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്തുള്ള ഈ പൊരുതിക്ക് കാരണം. ആ ഒരു വാക്കിലെങ്ങാനും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ താമസിക്കുന്ന ഈ ആധുനിക ഇന്ത്യ. ഈ ഇന്ത്യ ഇങ്ങനെ ആക്കാൻ ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡു ജവഹർലാൽ നെഹ്റു രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നല്ല അധ്യാപകൻ മെഴുകുതിരി പോലെയാണ്. മറ്റുള്ളവർക്ക് വഴിയൊരുക്കാൻ അത് സ്വയം കത്തിജ്വലിക്കും. സ്വന്തം സമയം വിദ്യാർത്ഥികളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിനും അവരെ വളർത്തിയെടുക്കുന്നതിനും അവരുടെ ഭാവിക്കായി പ്രചോദിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് ശരിയും തെറ്റും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഗുരുക്കൾ. അവരെ ആദരിക്കുവാനാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അതോടനുബന്ധിച്ച് ക്ലബിന്റെ കീഴിൽ കുട്ടികൾ അധ്യാപകർക്കായി നന്ദി സമർപ്പിക്കുകയും സ്നേഹസമ്മാനമായി കാർഡുകൾ സമ്മാനിക്കുകയും ചെയ്തു. കൂടാതെ മുതിർന്ന അധ്യാപകമാരായ ബേബി നസ്രിയ ടീച്ചർ, യു ഖദീജ ടീച്ചർ, UP വിഭാഗം ജമീല ടീച്ചർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. பாருங்க புரியாததை புரிய வைத்து புத்தகம் தாண்டி புதுமை தந்து உலகை காட்டும் போது புத்தனும் மாறுங்க. புரியாததை புரிய வைத்து புத்தகம் தாண்டி புதுமை தந்து உலகை காட்டும் போது புத்தனும் மாறுங்க. எங்க டீச்சர்ஸ் நீங்க வாழ்வின் வழிகாட்டிதாங்க. அன்பை காட்டும் போது நீங்க வாழ்வின் வழிகாட்டி தாங்க. அறிவை தரும் போது அப்பாருங்க. ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങളോടൊപ്പം തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ ഒരു അധ്യാപക ദിനത്തിൽ ഓർത്തെടുക്കാനാവുന്നതല്ല നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ പാഠങ്ങളും. എങ്കിലും ഈ അധ്യാപക ദിനത്തിൽ ഞങ്ങളുടെ സ്നേഹം
കടന്നുപോയി ഒരു കളർ ദൈവമായിരുളിന്റെ പാതയിൽ വഴികാട്ടിയ വിടരുമിപ്പോ വിദ്യാഭ്യാസത്തിന് ശാസ്ത്രത്തിന്റെ സ്പർശം. ശാസ്ത്രമേള ഒരു മത്സരമല്ല, അത് കുട്ടികളുടെ ചിന്തനശേഷിയുടെയും സൃഷ്ടിപരമായ കഴിവുകളുടെയും ഉത്സവമാണ്. ഓരോ പ്രദർശനത്തിലും ഓരോ പുതുമയും ഒരു ശാസ്ത്രാന്വേഷിയുടെ അന്വേഷണവും ഒളിഞ്ഞിരിക്കുന്നു. ഭാവിയിലേക്ക് ചുവടുവെക്കുന്ന ഈ പടികളാണ് നമുക്ക് ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളിൽ ശാസ്ത്രാന്വേഷണവും ക്രിയാത്മകവുമായ കണ്ടെത്തലുകളിൽ കുട്ടികൾക്ക് പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് സ്കൂൾ ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നത്. സ്കൂൾ തലങ്ങളിൽ വിജയികളായവരെ സബ് ജില്ലകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സത്യത്തെ മുറുകെ പിടിച്ച് അഹിംസയിൽ വേരൂന്നിയ ജീവിതം നയിച്ച വ്യക്തിയായ മഹാത്മാഗാന്ധിയെ അറിയാനും ഗാന്ധിയൻ ആദർശങ്ങളെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ സോഷ്യൽ സയൻസ് ക്ലബും ട്രെയിനിംഗ് അധ്യാപകരും സംയോജിച്ച് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗാന്ധിയെ പഠിപ്പിക്കുന്ന രസിപ്പിക്കുന്ന കളികളും ക്ലാസുകളും ജലീൽ സാറിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കി. ശുചീകരണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഗാന്ധിജിയുടെ ആദർശവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഓഡിറ്റോറിയം സൗന്ദര്യവൽക്കരണം നടത്തി. വളരെ അർത്ഥവത്തായിട്ടുള്ള ഗാന്ധി സന്ദേശം നൽകി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രയത്നത്തെക്കുറിച്ചും ക്ലബിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഡെപ്യൂട്ടി HM മുജീബ് സർ പ്രശംസിക്കുകയും ചെയ്തു. ശിശുദിനം. നാളത്തെ ലോകം ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ആണ്. വിദ്യാർത്ഥികളിൽ നിന്നാണ് നാളത്തെ സമൂഹത്തെ പടുത്തുയർത്തേണ്ടത്. അതിനായി ഇന്നത്തെ കുട്ടികൾക്ക് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം നൽകാനായിരുന്നു മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിന്റെ ലക്ഷ്യം. HMYHSSൽ നിന്നും പങ്കെടുത്ത ഹനാൻ PP ജില്ലാതലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു. ഓയിസ്ക മിൽമ ടീംസ് എക്സാം. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിൽ ഓർഗനൈസേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ അഡ്വാൻസും കേരള ക്ഷീരോത്പാദന സഹകരണ സംഘവും ഒത്തുചേർന്ന് കൗമാരക്കാർക്ക് സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരമാണ് ഓയിസ്ക മിൽമ ടീം എക്സാം. ക്ലബിന്റെ സഹകരണത്തിൽ സ്കൂളിൽ നിന്നും 24 കുട്ടികൾ പങ്കെടുക്കുകയും 2 പേർക്ക് ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരു ജയന്തി. അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരണം. കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമാണ് ശ്രീനാരായണ ഗുരു ജയന്തിയായി ആചരിക്കുന്നത്. അതോടനുബന്ധിച്ച് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുകയും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു.
വ്യക്തിഗത അനുഭവങ്ങളെയും മൂല്യങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ രാമചന്ദ്ര മിഷനും ഹാർട്ട്ഫുൾ ട്രസ്റ്റും കോമൺവെൽത്തും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന ഉപന്യാസ മത്സരത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ നിന്നും 40-ലധികം എഴുത്തുകൾ മത്സരത്തിനായി സമർപ്പിച്ചു. അതിൽ നിന്ന് ആഗോളതലത്തിലേക്ക് മലയാള ഉപന്യാസത്തിൽ 9ാം ക്ലാസ്സിലെ പ്രണവ്യ എന്ന വിദ്യാർത്ഥിക്ക് 4ാം സ്ഥാനം ആഗോളതലത്തിൽ ലഭിക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനുള്ള പ്രോത്സാഹന സർട്ടിഫിക്കറ്റ് സ്കൂളിന് ലഭിക്കുകയും ചെയ്തു. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രണവ്യ പി കെ. പ്രധാന വാർത്തകൾ. രത്തൻ ചാച്ച വിടവാങ്ങി. നടൻ ടി.പി. മാധവൻ അന്തരിച്ചു. എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഹാർദമായ നമസ്കാരം. ഇന്ന് മനുഷ്യരാശിയെയും ജീവൻ അടങ്ങുന്ന ഈ ലോകത്തെയും ഒരേപോലെ സ്വാധീനിക്കുന്ന ഒരു रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। सीताराम सीताराम भज प्यारे तू सीताराम। നമസ്കാരം. ഞങ്ങളുടെ വഴികാട്ടികളായ ഞങ്ങളുടെ ബഹുമാനരായ അധ്യാപകർക്ക്, ഞങ്ങളുടെ വളർച്ചയുടെ നെടും തൂണുകൾക്ക് ഹൃദയംഗമായ നന്ദി. അറിവിന്റെയും അനുഭവത്തിന്റെയും ഒരു ചിത്രകല നടത്തിയ പര്യവേക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് തണലായ സോഷ്യൽ ക്ലബിന്, സർഗാത്മകതയും ജിജ്ഞാസയും സംഗമിക്കുന്ന പഠനത്തിന്റെ ഒരു സങ്കേതമായ ഞങ്ങളുടെ വിദ്യാലയത്തിന്, സഹകരണത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും സമൂഹത്തിന്റെയും ഒരു ശക്തമായ തെളിവാകാനായി ഞങ്ങൾക്ക് വഴിയേകിയ ഞങ്ങളുടെ ക്ലബിന് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങളെ അർപ്പിച്ച അചഞ്ചലമായ പിന്തുണയുടെയും വിശ്വാസത്തിന്റെയും പ്രതിഫലനമാകട്ടെ ഞങ്ങളുടെ നേട്ടങ്ങൾ. ആഴമായ അനന്തതയുടെ നന്ദിയോടെ ഞങ്ങളെ രൂപപ്പെടുത്തിയ കൈകളെ ഞങ്ങൾ ആദരിക്കുന്നു. നന്ദി.